ബിജെപിയുടെ പൊതുസമ്മേളന വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഗൗരവിച്ചില്ലെന്ന തരത്തിൽ വന്ന വാർത്തകളോട് പ്രതികരിച്ച് ശാസ്തമംഗലം കൗൺസിലർ ആർ ശ്രീലേഖ അങ്ങോട്ട് ക്ഷണിച്ചാലല്ലാതെ പ്രധാനമന്ത്രിയെ പോയി കാണുന്നത് അനുചിതമാണ്, അതുകൊണ്ടാണ് പോകാതിരുന്നത് എന്നും ഫേസ്ബുക്ക് വീഡിയോയിൽ ശ്രീലേഖ വിശദീകരിച്ചു. വേദിയിൽ ഇരിപ്പിടം ലഭിച്ചത് സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ ഒരാളായതുകൊണ്ടാണെന്നും അത് അച്ചടക്കത്തിന്റെ ഭാഗമാണെന്നും അവർ പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. ചരിത്രത്തിൽ ആദ്യമായി വിജയിക്കുകയും മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാതെ വി രാജേഷിനെ മേയർ സ്ഥാനത്തേക്ക് എത്തിക്കുകയും തുടർന്ന് ആശാനാഥിനെ ഡെപ്യൂട്ടി മേയർ ആക്കി തിരഞ്ഞെടുക്കുക അടക്കം ചെയ്തതിന് ശേഷം ആരംഭിച്ച ബി.ജെ.പി. നേതൃത്വത്തിന് വലിയ തലവേദനയായിരുന്നു ആർ ശ്രീലേഖയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. അതിലാദ്യം തന്നെ വട്ടിയൂർക്കാവ് എം.എൽ.എ. വി കെ പ്രസാദുമായി ബന്ധപ്പെട്ട ഓഫീസ് തർക്കവും തുടർന്ന് ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ഒരു ഇന്റർവ്യൂ അടക്കം സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിനടക്കം വലിയ തലവേദന സൃഷ്ടിച്ചിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 45 ദിവസത്തെ ഒരു വാക്ക് പാലിച്ചുകൊണ്ട് നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തുകയും പൊതുചടങ്ങിലടക്കം സംസ്ഥാന നേതൃത്വത്തിലെയും ജില്ലാ നേതൃത്വത്തിലെയും പ്രമുഖരടക്കം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇതിൽ സംസ്ഥാന ഉപാധ്യക്ഷയായ ആർ ശ്രീലേഖയും പങ്കെടുത്തിരുന്നു. പക്ഷേ മോദിയെ നേരിട്ട് പോയി കാണുകയോ ഹസ്തദാനം നൽകുകയോ അടക്കം ചെയ്യാതെ മാറി നിന്ന ഒരു വിഷയം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചാ വിഷയമായിരുന്നു. അതിനുശേഷം ആർ ശ്രീലേഖയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. എനിക്ക് രാഷ്ട്രീയം പുതിയതാണ്. 33.5 വർഷം പരിശീലിച്ചതും ചെയ്തതും ഒക്കെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ കടമയായിരുന്നു. വളരെയധികം VVIP ഡ്യൂട്ടി ചെയ്തിട്ടുള്ള എനിക്ക് അച്ചടക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനമന്ത്രി വേദിയിലേക്ക് വരുമ്പോൾ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്ഥാനത്ത് ഇരിക്കുക, അവിടെ തന്നെ നിലയുറപ്പിക്കുക എന്നതാണ് പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടതെന്നാണ് ധരിച്ചിരുന്നത്. അങ്ങോട്ടേക്ക് ക്ഷണിച്ചാലല്ലാതെ പോകരുത് എന്നുള്ള ഒരു പരിശീലനം എനിക്ക് ലഭിച്ചിരുന്നത് കൊണ്ടായിരിക്കാം ഞാൻ എന്റെ സ്ഥാനത്ത് മാത്രം ഇരിക്കുകയാണ് ചെയ്തത്. VVIP എൻട്രൻസിലൂടെ കയറി വന്ന അദ്ദേഹം അതേ എൻട്രൻസിലൂടെ പോകുമ്പോൾ ഞാൻ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ നിന്നത്. മാധ്യമ ചാനലുകളിലും വളരെയധികം മോശമായ രീതിയിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ച് കണ്ടു. ഇതിലാരും വെറുതെ തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ, എപ്പോഴും BJPക്കൊപ്പം. ബി.ജെ.പി. നേതൃത്വം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണത്തിലേറിയതിനു ശേഷം പലവിധ കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്ക് തിരികൊളുത്തിയെങ്കിലും സംസ്ഥാന നേതൃത്വമായിക്കോട്ടെ ജില്ലാ നേതൃത്വമായിക്കോട്ടെ കൃത്യമായി വിശദീകരണം നൽകിയിട്ടില്ല. കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു വിവാദത്തോടു കൂടി തന്നെ വീണ്ടും ശ്രീലേഖ വാർത്തകളിൽ നിറയുകയാണ്. ഇതിനൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വി രാജേഷിൻ്റെ അടക്കം സത്യപ്രതിജ്ഞാ ചടങ്ങിലടക്കം ആർ ശ്രീലേഖ പങ്കെടുത്തിരുന്നില്ല. അവർ അതിൽ നിന്നടക്കം മാറി നിന്നിരുന്നു. ഇതിൻ്റെ ഒരു തുടർച്ച ഈ ഒരു അതായത് വിമിഷ്ടമായിട്ടുള്ളൊരു കാര്യം, അതായത് സ്ഥാനാർത്ഥി നിർണയത്തിൽ മേയർ സ്ഥാനാർത്ഥി ഉയർത്തി കാണിക്കുന്നു. പക്ഷേ ആ സമയത്ത് വിജയിച്ചതിന് ശേഷം പരിഗണിക്കാതെ പോകുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെ ഈ പല രീതിയിൽ പ്രകടിപ്പിക്കുന്നു എന്നാണ് പല കോണുകളിൽ നിന്ന് ഉയരുന്ന വിമർശനം. ക്യാമറാമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.